ഷീബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നാപ്റ്റോളിലൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. നാപ്റ്റോളിൽ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു ഒരു കുഞ്ഞു തയ്യൽ മെഷീൻ്റെ. അപ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പേപ്പറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ തയ്യൽ മെഷീൻ. പിന്നെ അതിനകത്ത് വേറൊരു ബോക്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കിതിനകത്ത് കറക്റ്റ് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. അത് തയ്യൽ പഠിക്കുന്നവർക്കും തയ്ക്കുന്നവർക്കും ഒക്കെ അല്ലേ അറിയത്തുള്ളൂ. ഞാനിതൊരു ക്യൂരിയോസിറ്റി കൊണ്ട് മേടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ടേപ്പൊക്കെ ഉണ്ട് കേട്ടോ, പിന്നും ടേപ്പ്. അതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, പിന്നെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ടേപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ടേപ്പൊക്കെ തീരെ കുഞ്ഞാണ് കേട്ടോ, ഒരു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ വലിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ ചെയ്ത് നോക്കിയത്. ഇത് എന്തൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് തയ്ക്കുന്നവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു സൂചീൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുക്കാനുള്ള എന്തോ ഒരു സൂത്രമാണ് തയ്ക്കുന്നവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു 12 സെറ്റ് നൂല് കിട്ടിയിട്ടുണ്ട്. പല വെറൈറ്റി കളറിലൊക്കെ ഉള്ള നൂല്. തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നൂലിനെക്കാട്ടി ക്വാണ്ടിറ്റിയും കുറവാണ്, ക്വാളിറ്റിയും കുറവാണ്. അപ്പോൾ ഇത്രയും കളറാണ്. 12 സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് കുറച്ച് സൂചിയൊക്കെ തന്നിട്ടുണ്ട്. സൂചിയൊക്കെ കൊള്ളാം കേട്ടോ. അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ അത്ര ക്വാളിറ്റിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ കുറച്ച് ബട്ടൺസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ടൈപ്പ് കളറിലെ ബട്ടൺസ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് നോക്കാം. അതിനകത്ത് കുറേ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ യൂസ് ചെയ്യണം, അത് ഇൻസേർട്ട് ചെയ്യണം എങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നൂല് വെക്കാനുള്ളൊരു സാധനം കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും കുഞ്ഞതാണ്. നമ്മുടെ സ്റ്റാപ്ലെയറൊക്കെ പോലെ ഇരിക്കും, വലിയ സ്റ്റാപ്ലെയറില്ലേ, അതൊക്കെ പോലെ ഇരിക്കും. അത് യൂസ് ചെയ്യുന്ന മാതിരി തന്നെയാണ് യൂസ് ചെയ്യാനുള്ളത്. പിന്നെ ഇങ്ങനെ സെറ്റ് നൂല് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല. ഞാനൊന്ന് തച്ച് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് അറിഞ്ഞിടാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് തച്ചിട്ടങ്ങ് അത്ര ശരിയായില്ല. അപ്പോൾ ഇതറിയാവുന്നവർക്ക് അതിൻ്റെ മെനു ഒക്കെ നോക്കി എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ചെയ്താൽ അവർക്കൊക്കെ ശരിയാക്കുമായിരിക്കും. എന്തായാലും എനിക്ക് വർക്കൗട്ടായിട്ടില്ല. ഞാനത് തച്ച് കഴിഞ്ഞിട്ട് നൂലിങ്ങനെ പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും അത് നൈസായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രോഡക്റ്റ്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. തയ്ക്കാമെന്ന് അറിയാമെന്നുള്ളവർ തയ്ച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ എനിക്ക് അതിനകത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതൊന്നും കൂടെ നല്ലവണ്ണം പഠിച്ചിട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ നല്ലതായിട്ട് തയ്ച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.